നമസ്കാരം മക്കളെ, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് LDC ഉൾപ്പെടെയുള്ള LDC റൂംബോയ് ഒക്കെ അടങ്ങുന്ന 440+ വേക്കൻസികളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ഇപ്പൊ എല്ലാവരും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് തപ്പി നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, ഇനിയും എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ അവർക്ക് എങ്ങനെ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുക. ഇനി ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ആരാണ് എക്സിസ്റ്റിംഗ് യൂസർ, അതായത് നിലവിൽ ഓൾറെഡി ഏതെങ്കിലും ഒരു നമ്മുടെ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക്, അത്തരത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിന് ഇനിയും എന്ത് ചെയ്യണം, ഇനി എന്താണ് അവരുടെ പ്രൊസീജിയർ, എങ്ങനെയാണ് അവർ പ്രൊഫൈലിലേക്ക് എത്തി നമ്മളിപ്പോൾ LDC ആയിക്കോട്ടെ, റൂം ബോയ് ആയിക്കോട്ടെ, സ്വീപ്പർ ആയിക്കോട്ടെ, ആ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം പുതിയതായി വരുന്ന വൺ ടൈം യൂസേഴ്സിന്റെ കാര്യവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക, വ്യക്തമായിട്ട് കാണുക. കാരണം ഇതിലൊരു തെറ്റ് വന്നാൽ, ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തെറ്റ് വന്ന് അത് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി നമ്മുടെ ബോർഡ് അത് എന്താണ് നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഈ തെറ്റ് തിരുത്താനായിട്ടുള്ള അവസരം നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ പിൻവലിക്കാനൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് യൂസർ ആണ് എങ്കിൽ അവരാദ്യം എന്ത് ചെയ്യുക, എല്ലാവരും ആദ്യം എന്ത് ചെയ്യണം, ഈ പറയുന്ന KDRBയുടെ വെബ്സൈറ്റിലേക്ക് പോകണം. അത് ഇങ്ങനെയാണ്, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് KDRBയുടെ ഒരു വെബ്സൈറ്റ് വരും, ഇത്തരത്തിലൊരു വെബ്സൈറ്റ് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അപ്ലൈ ഓൺലൈൻ എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു റെഡ് മാർക്കിങ്ങിലാണ് കാണുക, എന്താണ് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ടാബ് കാണാനായിട്ട് സാധിക്കും. ആ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വൺ ടൈം രജിസ്ട്രേഷനും ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ല എങ്കിൽ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൽ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന വെൽക്കം ടു കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിന്റെ ഭാഗമായിട്ട് ഈ കിടക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. അവിടെ ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിം കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം കാണുന്നത് ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിം ആണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ ID എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID, ഓൾറെഡി ഉള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്, ആ ഇമെയിൽ ID അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പാസ്വേഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് ഫോർഗോട്ട് ചെയ്തു പോയി, മറന്നുപോയി എങ്കിൽ താഴെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മെയിൽ ID-യും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്ത് ആ ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ യൂസർ ID-യും അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ആണെങ്കിൽ ഇമെയിൽ ID-യും അതേപോലെ തന്നെ പാസ്വേഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച ഇവിടെ എൻ്റർ ക്യാപ്ച എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ യൂസർ ID കൊടുക്കുന്നു, യൂസർ ID എന്ന ഭാഗത്ത് ഇമെയിൽ ID നിങ്ങൾ കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ മെയിൽ ID-യും അതേപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്ത് ഒരു OTP വെരിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ഇനിയും ഉപയോഗിക്കാം. അത്തരത്തിൽ പുതിയ പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിനു ശേഷം ആ ക്യാപ്ചയ്ക്ക് താഴെ കിടക്കുന്ന സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ടാബിലേക്കായിരിക്കും. ഇവിടെ വെരിഫൈ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മെയിൽ ID, ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് താഴെ ആധാറിലുള്ള നിങ്ങളുടെ പേര് കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ ആധാർ നമ്പറും കാണാനായിട്ട് സാധിക്കും. ഈ ആധാർ നമ്പർ വെരിഫൈ ചെയ്യുക, അത് നിങ്ങളാണെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ഈ വെരിഫൈ എന്ന് പറയുന്ന ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഈ സംഗതികൾ ഓട്ടോമാറ്റിക്കലി വരും. അവിടെ എന്ത് ചെയ്യണം, വെരിഫൈ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തന്നെയാണ്, എല്ലാം കറക്റ്റ് ആണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പച്ച കളറിലെ ടിക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. അതിനുശേഷം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷനാണ് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ മൊബൈൽ നമ്പർ എന്ന് വരും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അവൻ്റെ സൈഡിലും വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക്, അതായത് ഏത് നമ്പറാണോ ആ നമ്പർ കിടക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒരു OTP എന്ത് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്. ആ OTP നിങ്ങൾ ആ മെസ്സേജ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ 4 ഡിജിറ്റുള്ള OTP ആണ് വരിക. ആ 4 ഡിജിറ്റ്
ഡിജിറ്റ് OTP അവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കാം. അതായത് ഇവിടെ വെരിഫിക്കേഷൻ സ്റ്റെപ്പാണ്. ആ വെരിഫിക്കേഷൻ സ്റ്റെപ്പിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എന്താണ് ആധാറും കാര്യങ്ങളും എല്ലാം ആദ്യം വരും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത നിങ്ങളുടെ ഫോൺ നമ്പറാണ് വരിക. അതും ഓട്ടോമാറ്റിക്കലി വരും. അവിടെയും സൈഡിലുള്ള വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക്, നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു ഭാഗത്തേക്കായിരിക്കും നിങ്ങൾ പോകുക. അതായത് അതിൻ്റെ താഴെ ഒരു 2 ടാബ് കൂടി ഓപ്പൺ ആയിട്ട് വരും. അത് റീസെറ്റ് പാസ്വേഡാണ്. നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡിനെ റീസെറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനാണ്. അവിടെ നിങ്ങളൊരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഏതാണോ പാസ്വേഡ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദ പാസ്വേഡ് ഫീൽഡ് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ്, 8 ക്യാരക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ABCD എന്നാണ് എങ്കിൽ ABCDEFG എന്ന് പറഞ്ഞുകൊണ്ട് ഇടുകയാണെങ്കിൽ 8 ക്യാരക്ടറാണ് വരേണ്ടത്. പക്ഷേ അതിനകത്ത് വേറെ കണ്ടീഷൻ ഉണ്ട്. 1 അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം. അപ്പോൾ A എന്ന് പറയുന്ന ആദ്യത്തെ നമ്മൾ അപ്പർ കേസ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം, 1 നമ്പർ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 1 സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ABCD. അപ്പം 4 അക്ഷരങ്ങളായി. അതിനുശേഷം @ കൊടുത്തു. അപ്പോൾ എത്രയായി, 5 അക്ഷരങ്ങളായി. അതിനുശേഷം 1 2 3 എന്ന് കൊടുത്തു. ABCD. അത് നിങ്ങളുടെ പേരാവാം, എന്തും ആയിക്കോട്ടെ. നിങ്ങൾ കൊടുക്കുന്ന ഒരു പാസ്വേഡ്, അത് പാസ്വേഡാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാവണം, ഇതിലുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു എന്തുണ്ടാവണം, ഒരു നമ്പർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിലുള്ള അപ്പർ കേസിലുള്ള ഒരു നമ്പറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അതേ പാസ്വേഡ് തന്നെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിയുന്നതിലൂടെ നിങ്ങളുടെ എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയർ അവിടെ പൂർത്തിയാകുകയാണ്. ഇവിടെ കൃത്യമായിട്ട് പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് 8 ക്യാരക്ടേഴ്സ് കുറഞ്ഞതുണ്ടായിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ അറ്റ്ലീസ്റ്റ് ഉണ്ടാകണം, ഒരു നമ്പർ അറ്റ്ലീസ്റ്റ് ഉണ്ടാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ @ അല്ലെങ്കിൽ ഹാഷ്, അല്ലെങ്കിൽ നമ്മുടെ $സൈൻ, അല്ലെങ്കിൽ %സൈൻ, ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുകൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ കൺഫേം കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്പൺ കൂടി എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കഴിയുന്നതോടുകൂടി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ഒരു യൂസർ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ദെൻ അടുത്ത് വരുന്ന ലിങ്കിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ നൗ എന്ന് പറയുന്ന ഈ ഒരു പച്ച ഭാഗം, പച്ച ഐക്കണിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ലോഗിൻ നൗ എന്ന് പറയുന്ന ഒരു പച്ച ഐക്കണിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആണ്, സെറ്റാണ്. അങ്ങനെ നമ്മൾ ലോഗിൻ നൗ കൊടുക്കുന്നു. അങ്ങനെ ലോഗിൻ നൗ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വെൽക്കം ടു കാൻഡിഡേറ്റ്സ് പോർട്ടൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അതായത് പണ്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് പക്കയായി. അതിനുശേഷം വെൽക്കംസ് ടു കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു പോർട്ടലിലേക്ക് നിങ്ങൾ പോരുന്നു. അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമെയിൽ ID നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ക്യാപ്ച ഇവിടെ കിടക്കുന്ന ക്രമത്തിൽ തന്നെ ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. ഇത് എല്ലായ്പ്പോഴും നമ്മളൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും കയറുമ്പോൾ ഈ പ്രൊസീജിയർ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. ഇനി അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഓക്കെ, ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വരാൻ വേണ്ടിയിട്ട് സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലേക്ക്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നു. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ OTP എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഒരു പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താലും പിന്നീട് ചെയ്യേണ്ട പ്രൊസീജിയർ. ഇത്രയുമാണ് എക്സിസ്റ്റിംഗ് യൂസർ, നിലവിൽ നമ്മൾ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ. ഓക്കെ, ആപ്ലിക്കേഷൻ അല്ല പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, LD പോലെയുള്ള പോസ്റ്റുകളിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവിടെ ഫോട്ടോ എങ്ങനെയാണ് വെക്കേണ്ടത്, സിഗ്നേച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇത് ഞാൻ എങ്ങനെയാണ് ഒരു എക്സിസ്റ്റിംഗ് യൂസർ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്, 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തിയാക്കണം, ഇക്കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എന്ന് ചോദിച്ചാൽ, ഒരു കാര്യവും നിങ്ങൾ തെറ്റായിട്ട് അവിടെ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ.
ശരി, നമ്മൾ ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ച് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ആരംഭിക്കുക. LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള മറ്റ് പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബാച്ചുമുണ്ട്. എന്ന് പറഞ്ഞാൽ 7th സ്റ്റാൻഡേർഡ് ഒക്കെ വരുന്ന ബാക്കിയുള്ള റൂം ബോയ് പോലെയുള്ള സ്വീപ്പർ പോലെയുള്ള ആ ഒരു പോസ്റ്റുകളിലേക്ക് മറ്റൊരു ബാച്ചുമുണ്ട്. അങ്ങനെ 2 ബാച്ചാണുള്ളത്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത 250+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും. അതിന്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്രാക്ടീസ് സെഷനുകൾ കാണും. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വീക്ക്ലി ഡെയിലി ഉള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ KDRD ഓൾറെഡി നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കും. കൃത്യമായുള്ള മെന്റർഷിപ്പ്, അമൽ സാറിന് നേതൃത്വമുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും. PDF നോട്ടുകൾ, അത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോട്ടുകൾ കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് LDCക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച്. അത് +2 ലെവൽ ബാച്ചാണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ 7th ലെവൽ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ LDCയുടെ ആ ഒരു പോസ്റ്റിലേക്ക് 3200 രൂപയാണ് ഫീസ്. അതേപോലെ ജനറൽ ബാച്ച് ആണെങ്കിൽ 2999 രൂപയാണ്. എന്നാൽ ഇന്നും നാളെയും, അതായത് 31 ദിവസങ്ങളിലായിട്ട് ഈദ് ഓഫർ ഉണ്ട്. അപ്പൊ ഈ ഈദ് ഓഫർ വെച്ചിട്ട് 25% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് LDCയുടെ ബാച്ചിൽ നിങ്ങൾക്ക് 2400 രൂപയ്ക്കും ജനറൽ ആയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ബാച്ചിലേക്ക് 2250 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇന്നും നാളെ കൂടി മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല, എപ്പോഴാണ് 300 പേരെ ഈ ബാച്ചിൽ എത്തുന്നത്, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഓഫർ അവസാനിക്കും. അപ്പം എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക. 300 പേര് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, വളരെ വേഗത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എത്രയും വേഗം ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പം 300 പേർക്ക് മാത്രമേ ഈ ഒരു ഡിസ്കൗണ്ട്, ആദ്യം വരുന്നവർക്ക് മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, 8281223366 എന്ന് പറയാം. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ക്ലിയർ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് 1 ടൈം രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അതായത് ഒരു പുതിയ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാണ്, നിങ്ങൾ ഇതുവരെയും കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 1 ടൈം രജിസ്ട്രേഷൻ PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ടതാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം കാണിച്ചതുപോലെ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്ലൈ നൗ കൊടുക്കുമ്പോൾ അതിലിവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസറിന് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ദെൻ അതിനുശേഷം ഇവിടെ പച്ച കളറിൽ 1 ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണും. 1 ടൈം രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഒരു പോസ്റ്റിലോട്ട് പോവുക. കാൻഡിഡേറ്റ് 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പോകും. കാൻഡിഡേറ്റ് 1 ടൈം രജിസ്ട്രേഷൻ, അവിടെ ആധാർ നമ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ ആധാറിൽ എങ്ങനെയാണോ നമ്മുടെ പേരുള്ളത് അത് ആദ്യം കൊടുക്കുക. നെയിം ആസ് ഇൻ ആധാർ. ആധാറിൽ എങ്ങനെയാണോ പേര്, അതിലെ ഒരു അക്ഷരം പോലും തെറ്റാതെ, നിങ്ങളുടെ പേരിൽ ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാതെ, സ്പേസ് ഉൾപ്പെടെ ഇനിഷ്യൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ ആധാറിലുള്ളത് അതേപോലെ തന്നെ ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പർ, അതായത് 12 ഡിജിറ്റ് ആണ് ആധാർ നമ്പറിനുള്ളത്. ഈ ഒരു ആധാർ നമ്പർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണ്. അങ്ങനെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ കാണും. ആ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റ് ആണ്. ദെൻ അതിനുശേഷം നിങ്ങൾ പോകുന്നത് ഇത്തരത്തിലുള്ളൊരു വിൻഡോയിലേക്കായിരിക്കും. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കൺസെന്റ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആധാർ നമ്പറുമായി ബന്ധപ്പെട്ട ഡേറ്റ നെയിം എല്ലാം കറക്റ്റ് ആണെന്നൊരു കൺസെന്റ് അവിടെ പറയുന്നുണ്ട്. അതിന് താഴെ നിങ്ങൾ ആദ്യം ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ID എന്താണോ ആ ഇമെയിൽ ID, അതായത് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന, മുന്നോട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്ന ഇമെയിൽ ID എന്താണോ ആ ഇമെയിൽ ID, നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കേണ്ട ഇമെയിൽ ID അതിവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന, ഇനി മുന്നോട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഈ ഒരു പ്രൊഫൈൽ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ഇനി തുടർന്ന് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ, അതായത് നാളെ നശിച്ചു പോകുന്ന രീതിയിലുള്ളതല്ല, മുന്നോട്ട് നിങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID കൊടുത്തു, അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തു. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 8 ലെറ്റേഴ്സ് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലൊരു അപ്പർ കേസ് കാണണം, ഒരു ലോവർ കേസ് കാണണം, ഒരു നമ്പർ കാണണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കാണണം. അത്തരത്തിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ദെൻ ആ പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിന് താഴെയുള്ള ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യണം.
ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് മറന്നു പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിലൊരു അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം, ഒരു മിനിമം ലോവർ കേസ് ലെറ്റർ ഉണ്ടാവണം, അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, ഒരു നമ്പറും കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അത്തരത്തിൽ 8 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാസ്വേഡ് അവർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ക്ലിയർ അല്ലേ? എന്നിട്ട് ആ പാസ്വേഡ് കൃത്യമായിട്ട് എഴുതി വെക്കുക, മറന്നു പോകരുത്. എന്നിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പക്കയാണ്, സെറ്റാണ്. അങ്ങനെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും താഴെ ഒരു ക്യാപ്ച എൻട്രി ചെയ്യാനായിട്ട് വരും. ആ ക്യാപ്ച നിങ്ങൾക്ക് കൊടുക്കാം. ഇൻ കേസ് ഈ ക്യാപ്ച നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്യാപ്ച മനസ്സിലായില്ലെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ക്യാപ്ച മനസ്സിലായില്ല, ഇവിടെ ഇപ്പോൾ 1 ഇങ്ങനെ ഒരു ലെറ്റർ വന്നു, ഇത് ഒന്നാണോ ഐ ആണോ എൽ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു സർക്കിൾ പോലെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്ച മാറി പുതിയ ക്യാപ്ച കിട്ടും. അപ്പോൾ ആ ഒരു ക്യാപ്ച മനസ്സിലാവുന്നതാണെങ്കിൽ അത് വെച്ചെടുക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മനസ്സിലാവുന്ന കൃത്യമായിട്ടുള്ള ഒരു ക്യാപ്ച വെച്ച് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശരി, അതിനുശേഷം ഒരു മൊബൈൽ വെരിഫിക്കേഷൻ ആണ്. അങ്ങനെ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ വരും, നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ വരും. അവിടെ വെരിഫൈ എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, അവിടെ ഒരു OTP എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ ഫോണിൽ വെരിഫൈ ചെയ്യുമ്പോൾ ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് OTP വന്നില്ല എങ്കിൽ ഇവിടെ റീസെന്റ് OTP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അതിനുശേഷം ആ OTP എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടിക്ക് മാർക്ക് ആ നമ്പറിന് സൈഡിലെത്തും. അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ താഴെ കാണുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തിരികെ നിങ്ങളുടെ പഴയ ആ ഒരു വിൻഡോയിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ പോയതിനു ശേഷം കാൻഡിഡേറ്റ് പോർട്ടലിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്ത് സൈനിങ് കൊടുക്കുക. ഇത് എല്ലാവരും ചെയ്യണം. അതായത് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിലും എന്ത് ചെയ്യണം, ഇത് ചെയ്യേണ്ടി വരും. ഇനി എത്ര പ്രാവശ്യം നിങ്ങൾ ഈ പറയുന്ന KDRBയുടെ വെബ്സൈറ്റിൽ കയറിയാലും, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയാലും, നിങ്ങൾ ഇവിടെ വന്നിട്ടായിരിക്കും പ്രൊഫൈലിൽ കയറുക. ഇവിടെ നിങ്ങൾ യൂസർ ID അടിക്കണം, പാസ്വേഡ് അടിക്കണം, ക്യാപ്ച അടിക്കണം. അതിനുശേഷം സൈൻ ഇൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കയറാനായിട്ട്. ഇത്രയുമാണ് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള പ്രൊസീജിയേഴ്സ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ പുതിയ യൂസർ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സിസ്റ്റിംഗ് യൂസറുടെ കാര്യം ഞാൻ ആദ്യവും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു OTP ഫോണിലേക്ക് വരും. അതിനുവേണ്ടി സെൻഡ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നു. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഒരു 4 ഡിജിറ്റ് OTP ആയിരിക്കും. അതിവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ OTP എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഫൈൽ ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. തെറ്റൊന്നും നിങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല. കാരണം പിന്നീട് അത് പ്രൊഫൈൽ റിജക്ഷനിലേക്കോ, നിങ്ങൾക്ക് പരീക്ഷ എഴുതിയാലും അതിനുകൊണ്ട് പ്രയോജനമില്ലാത്തൊരു സിറ്റുവേഷനിലേക്കോ ഒക്കെ എന്ത് ചെയ്തേക്കാം, പോയേക്കാം. പിന്നീട് തിരുത്താൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയേക്കാം. അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് പക്കയായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് ചെയ്യാനായിട്ട്. ഇനിയും എങ്ങനെയാണ് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പോസ്റ്റ് എങ്ങനെ, ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, LDക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, റൂം ബോയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1 ടൈം രജിസ്ട്രേഷനും എക്സിസ്റ്റിംഗ് യൂസർ എന്ത് ചെയ്യണമെന്നുള്ളതും നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിശ്ചയമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കണം. കാരണം ഇത് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിപ്പോവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഈ നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയുകയാണ്. നമുക്ക് 2 ബാച്ചുകളാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് LDC ബാച്ചാണ്, രണ്ടാമത്തത് 7th ലെവലിലുള്ള മറ്റു പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ്. 3200 രൂപയാണ് LDC ബാച്ചിന്. ദെൻ 2999 രൂപ 7th സ്റ്റാൻഡേർഡുള്ള ബാക്കി പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ഈദിന്റെ ഓഫർ 25% ഡിസ്കൗണ്ടോടുകൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് 2400 രൂപ LDC ബാച്ചിനും 2250 രൂപ മാത്രം 7th സ്റ്റാൻഡേർഡിലുള്ള ബാച്ചിനുമാണ് ലഭ്യമാകുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രയും വേഗം അവൈലബിൾ ആക്കാനായിട്ട് കഴിയുന്നത് ഇന്നും നാളെയും മാത്രമാണ്. 31 ദിവസങ്ങളിലേക്ക് മാത്രമാണ് ഈ ഓഫർ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം എന്ത് ചെയ്യുക, 8281 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ഈ കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് വരുന്ന കാര്യങ്ങളെല്ലാം, ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.